ഇപ്പോൾ മാങ്കുത്ത് ഗവൺമെന്റ് LPSൽ നിന്നും അനന്തു നമ്മോടൊപ്പം ചേരുന്നു. അനന്തു, വിവിധ വിഷയങ്ങൾ ഉയർത്തി നേതാക്കൾ പരസ്പരം കൊമ്പുകോർത്ത പ്രചരണത്തിന് ശേഷം ഇതാ ആ ദിവസം വന്നെത്തിയിരിക്കുന്നു. ആദ്യത്തെ അരമണിക്കൂർ പിന്നിടുമ്പോൾ എന്താണ് അവസ്ഥ? വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമാണോ? തീർച്ചയായും നിലമ്പൂരിലെ എല്ലാ മണ്ഡലങ്ങളിലും ഈ ഒരു വോട്ടർമാരുടെ നീണ്ട നിര ഇപ്പോൾ ലഭ്യമാണ്. ഞാനിപ്പോൾ ഉള്ളത് മാങ്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിലാണ്. ഇവിടെയാണ് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള M സ്വരാജ് വോട്ട് ചെയ്തത്. അദ്ദേഹം വോട്ട് ചെയ്തപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞു. അല്പസമയം 7 മണിയോടുകൂടി തന്നെ അദ്ദേഹം ബൂത്തിലെത്തിയിരുന്നു. ഏകദേശം അരമണിക്കൂറോളം കാത്തിരുന്നതിന് ശേഷമാണ് M സ്വരാജ് വോട്ട് ചെയ്തത്. ബൂത്തിൽ ഇപ്പോൾ നമുക്ക് കാണാം, വലിയ നിര കാണുന്നുണ്ട്. ഇവിടെ ഈ സ്കൂളിൽ 5 ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ 5 ബൂത്തിലും വലിയ വോട്ടർമാരുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മണ്ഡലത്തിൽ 263 മണ്ഡലങ്ങളിലുള്ള ബൂത്തുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്തായാലും രാവിലെ തന്നെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നല്ല മഴ പെയ്തിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസകരമാണ്. മഴ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പോളിംഗ് നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ നിലവിലുണ്ട്. വോട്ടർമാർ കൂടുതലായി രാവിലെ തന്നെ എത്തി വോട്ട് ചെയ്ത് മറ്റു ജോലികളിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും നിലവിൽ വലിയ നിര നമുക്ക് കാണുന്നുണ്ട്. മണ്ഡലത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കാണുന്നുണ്ട്. നമുക്ക് അറിയാം, UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് വീട്ടിക്കുത്തിലുള്ള ഗവൺമെന്റ് LP സ്കൂളിലാണ് വോട്ട് ചെയ്യുന്നത്. അതോടൊപ്പം അദ്ദേഹം 7 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജ് 10 മണിക്കാണ് ചുങ്കത്തറയിലുള്ള മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തുന്നത്. 3 സ്ഥാനാർത്ഥികൾക്കാണ് മണ്ഡലത്തിൽ ഇവിടെ പ്രധാനപ്പെട്ട മുന്നണികളിലെ 3 സ്ഥാനാർത്ഥികൾക്കാണ് വോട്ടുള്ളത്. PBN മണ്ഡലത്തിൽ വോട്ടില്ല. എന്തായാലും രാവിലെ തന്നെ M സ്വരാജ് വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ ഒരു സമ്മതിദാന അവകാശം വിനിയോഗിക്കാനുള്ള ആ ഒരു അവസരം എല്ലാവരും ഉപയോഗിക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും രാവിലെ മുതൽ തന്നെ വലിയ നിര കാണുന്നുണ്ട്. പോളിംഗ് ശതമാനത്തെ ഇത് സാരമായി തന്നെ ബാധിക്കും. പോളിംഗ് ശതമാനം ഉയരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പോളിംഗ് ശതമാനം ഉയരുന്നതിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് മുന്നണികൾ ഇപ്പോൾ നിൽക്കുന്നത്.